അപ്പം എല്ലാ മക്കൾക്കും എൻ്റെ ഒരു പുതിയ വീടിലോട്ട് സ്വാഗതം. ഞാനേ രാവിലെ ചായയൊക്കെ കുടിച്ച് അപ്പവും ചമ്മന്തി ഉണ്ടാക്കി അതൊക്കെ ഞാൻ കഴിച്ച് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മളെ മട്ടൻ ബിരിയാണി വെക്കാൻ പോവുകയാണേ. മട്ടൻ ബിരിയാണി. അപ്പം നമ്മൾ മട്ടൻ വെക്കുന്ന മട്ടൻ ബിരിയാണി വെക്കുന്ന ജീരകശാല പൈസല്ലേ, അത് വാങ്ങിച്ചിട്ട് അപ്പം ഞാനത് കഴുകി നല്ല വൃത്തിയാക്കിയതാ വെള്ളമൊക്കെ വെച്ച് ഇത് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കാൻ പോവാം. ചെറിയ അരിയ പെട്ടെന്ന് വീഴും. അപ്പം എല്ലാവരും വെള്ളത്തിനകത്തിട്ടാണ് എടുക്കുന്നത്. പക്ഷേ എനിക്ക് അത് ശരിയാവത്തില്ല, അരികൾ വേവ് ശരിയാവത്തില്ല. അപ്പം അതിന് വേണ്ടി അമ്മ വെള്ളം വെച്ച് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മസാല പൊടിച്ചായിരുന്നേ. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഈ അരിയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവറാണ് പിന്നെ. എന്നിട്ട് നമ്മളിനി മട്ടൻ ബിരിയാണി വെക്കാനായിട്ട് കണ്ടോ ഞാൻ കൊച്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാം എടുത്ത് വെച്ചതാണ്. സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം എടുത്തു. അപ്പം നമുക്ക് ബിരിയാണിക്ക് കുറച്ച് ചതച്ചെടുക്കണേ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മസാല ഞാനങ്ങ് മാറ്റുക കേട്ടോ. മസാല തോന്നിയായിപ്പോയി. അപ്പം മാറ്റിയിട്ട് താണ്ടേ മസാല ചതച്ചെടുക്കുക. അപ്പം കുരുമുളക് പൊടിക്കാനുണ്ട്, അതിൽ നിന്ന് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. 100 കുരുമുളകിനെങ്ങാണ്ട് 100 രൂപയാണ്. അപ്പം നമുക്ക് മട്ടൻ ബിരിയാണിക്ക് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുരുമുളക് തോനെ ഇടുവേ. അത് മട്ടൻ ബിരിയാണിക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ തോനെ കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തൊലിച്ച് വെച്ചേക്കുന്നതാ ഇത് കണക്ക് ഒരു 5-6 കഷ്ണം ഇഞ്ചിയും പിന്നെ 2-3 കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി നമുക്ക് ഇതിൻ്റെ സമം ഇടാം. കണ്ടോ, മതി, വെളുത്തുള്ളി ഇത്രയും മതി. പിന്നെ നമ്മൾ ഇത്രയും പച്ചമുളക് ചേർക്കുന്നുണ്ട് ചതയ്ക്കാൻ. കാരണം നമ്മളതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഇത്രയും പച്ചമുളക്. പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ടേ. ഉണ്ട് പച്ചമല്ലി ഉണ്ടെങ്കിൽ പച്ചമല്ലി ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മളൊരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ പച്ചമല്ലി കൂടെ ഇട്ട് ചതച്ചാൽ മുളക് എനിക്ക് സൂപ്പർ ടേസ്റ്റാണ്. മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി മറന്നുപോയി. ഒരുപാട് ചേർക്കുന്നില്ല, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പം ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങ് ചതച്ചെടുക്കട്ടെ. നമ്മളൊരു സവാളയെ ആ ചോറിനകത്ത് ഇടാനായിട്ടേ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്. എന്നിട്ട് നമ്മൾ വറുത്തിടാനേ, ചോറിൻ്റെ പുറത്ത് വറുത്തിടാൻ. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ടേ. കുക്കർ വെച്ചിട്ട് അതിനകത്ത് സവാളയും തക്കാളിയും ചെറിയ മസാലയും കൂടാതെ എണ്ണ വെച്ച് ചെറുതായിട്ടൊന്ന് വഴറ്റായിട്ടിട്ടുണ്ടേ. അപ്പോൾ ഇത് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ച് വെച്ചിട്ടില്ലേ, അതിട്ട് കൊടുക്കാം. ഉണ്ടോ, ഇത് മൊത്തം ഇടുന്നില്ല, ഇതിന് കുറച്ച് ഇടുന്നോളെ. നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്ക് വഴറ്റാം, ഇളക്കി കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇത് ചെറുതായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്തോട്ട് മട്ടൻ തട്ടാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതിനകത്തോട്ട് ചെറുതായിട്ട് ഇവിടെ കിടന്നത് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ മട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. മട്ടൻ താണ്ടേ കഴുകി ആ മസാലയ്ക്കകത്തോട്ടിട്ട് ഇനി നമ്മളത് ഈ മിക്സി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതൊരു സ്വല്പം വെള്ളം അതിനകത്ത് വെച്ചിട്ട് കുക്കർ അടച്ച് വേവിക്കാം. മട്ടനിൽ നിന്ന് ഓൾറെഡി വെള്ളമുണ്ട്. നമ്മൾ സ്വല്പം വെള്ളം കൂടെ ഒഴിക്കും. കണ്ടോ, ഇത്രയും വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഏകദേശം ഒരു കൊച്ചു ഗ്ലാസ്സിന് 1 ഗ്ലാസ് കാണും. വേവണ്ടേ, മട്ടൻ നല്ലോണം വേവണം. നല്ലോണം ഇളകി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടേ. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോഴേ കണ്ടോ കൊസ്തിയിലെ ഇത് കഴിപ്പാണ് ജോലി. അപ്പോൾ കൊല്ലത്തെ ഇത് ചെറിയ മാങ്കോസ്റ്റ് ഇട്ട് വിൽക്കുന്നുണ്ട്. 1 കിലോ 100 രൂപ, 1 കിലോ 200 രൂപ. അപ്പോൾ ദിവസം ഇപ്പം ഇത് മേടിച്ച് കഴിപ്പാണ്ട, നല്ല സൂപ്പർ ടേസ്റ്റായിട്ടാണ്.
എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. ഈ മാങ്കോസ്റ്റേനും റംബൂട്ടാനും ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. നമ്മൾ ഇതാ ചോറിൻ്റെ പുറത്തൂടെ ഉള്ളിയിട്ട് വയറ്റുക. ഇത് മുരിച്ചെടുക്കാനാണ്. പിന്നെ അത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നപ്പോൾ ഇനി ഉണ്ടാക്കണ്ട കേട്ടോ. എപ്പോൾ അണ്ടിപ്പരിപ്പ് ആപ്പാടായിട്ട് തോന്നുള്ളൂ. പാപ്പിക്കോടൊക്കെ പോക്കാൻ തോന്നി. അപ്പം ഇത് പൊരിച്ചെടുക്കാം നമുക്ക്. അപ്പം ആ മട്ടൻ കറി ഉണ്ടോ? ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തൈര് തീർന്നു പോയപ്പോൾ തൈര് വാങ്ങാൻ പോയേക്കുന്നേ. അതുകൊണ്ടാണ് ഞാനിത് മൂടി വെച്ച് വേവിച്ചാൽ എന്നിട്ട് കിട്ടുന്നത്. ഇപ്പം തൈര് കൊണ്ടുവന്ന് കുറച്ച് തൈര് കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പം നമ്മൾ തൈര് കൊണ്ടുവന്ന് താട്ടെ ഒഴിച്ച് ഇതാ മസാലയൊക്കെ നല്ല കുറുക്കി എടുത്തിട്ടുണ്ട്. കണ്ടാ മട്ടനൊക്കെ നല്ല കുക്കറിലടിച്ച് നല്ല വേവിച്ച് കുക്കറിൽ ഒരു 8 വിസിലടിപ്പിച്ച് 8 വിസിൽ. അപ്പം മട്ടനൊക്കെ നല്ല വെന്ത് ആ ഗ്രേവിയൊക്കെ നല്ല ഉടഞ്ഞ് നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ആ ചോറ് വേവിച്ച് വെച്ചിട്ട്, ഇത് കൈമ റൈസാണേ. അപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ട് ഉപ്പും മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ട് അപ്പോൾ നമുക്കത് കുറേശ്ശെ ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം. ആദ്യം നമുക്ക് ഇതൊരു 3/4 വേവ് ആയിട്ടുണ്ടേ. ഇനി ഒരു ആവി ഏറിയാൽ മതി. നമ്മൾ കുറച്ച് റൈസ് ഇട്ടിട്ടുണ്ടേ. കുറച്ച് റൈസ് ഇട്ടിട്ട് നമ്മളത് നല്ലോണം നമുക്കിത് പരത്തി കൊടുക്കാം. ഇതിനകത്തൊരു എസൻസ് നമ്മൾ ഒഴിക്കുന്നില്ല കേട്ടോ. നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല പൊടിച്ച് വെച്ചില്ലേ, അത് നമുക്ക് കുറച്ച് ഇതിൻ്റെ പുറത്തൊന്ന് തൂവി കൊടുക്കണം ചെറിയ മണത്തിന്. എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയില്ലേ, അത് നമുക്ക് കുറച്ച് ചോറിട്ടിട്ട് കുറച്ച് നമുക്കിതാ മൂന്നും കൂടെ മിക്സ് ചെയ്ത് കേട്ടോ. ഇച്ചിരിയേ ഉള്ളൂ. എന്നിട്ട് നമുക്കത് കുറച്ചിങ്ങോട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് തൂവി കൊടുക്കാം, ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി ചോറുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് നമുക്കെല്ലാം നല്ല വടിച്ചിടാം. ഉണ്ടോ? ചോറ് വടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ച് നല്ല നിരത്തി കറക്റ്റ് പാകത്തിനാണ് ചോറ് കിട്ടിയേക്കുന്നുണ്ടോ? അത് ആവിയേറിയാൽ മാത്രം മതിയേ. അപ്പം നമുക്ക് ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് ഈ മസാലപ്പൊടി ഇല്ലേ, ബാലൻസ്, അത് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇല്ലേ, അതും ബാലൻസ് അങ്ങോട്ട് നമുക്ക് വിതറി കൊടുക്കാം. മല്ലിക്കീരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. ഇവിടെ അതൊന്നും ഇല്ല. അത് അങ്ങോട്ട് വിതറി കൊടുത്ത് ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഉണ്ടല്ലോ, നമ്മൾ ആ നെയ്യ് നമുക്ക് ഇച്ചിരി തോനെ നെയ്യ് ഒഴിക്കണേ. എങ്കിലും അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ ആ ഉള്ള നെയ്യ് മൊത്തം അതിനകത്ത് ഒഴിച്ചു കൊടുക്കുവേ. ഉണ്ടോ? ഇനി നമ്മളെ ഈ ഇത്ര ഇട്ട ഈ ചോറ് മാത്രം ഉണ്ടല്ലോ മേളിലത്തെ, അതിങ്ങനെ ഈ നെയ്യ് മേളിലല്ലേ കിടക്കുന്നത്. ആ നെയ്യ് എല്ലാ ചോറിലും ആവാൻ ചോറ് മാത്രം മേളിൽ നിന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും മസാലയൊക്കെ ഇട്ട് ചോറെല്ലാം കൂടെ ഒന്ന് കിണ്ടി മിക്സ് ചെയ്ത് കൊടുക്കണേ. ചോറ് മാത്രമേ ഉണ്ടാവും. ഉണ്ടോ? ചോറ് മാത്രം കിണ്ടി നല്ല മണമുണ്ടായി. നമുക്കിതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ മല്ലിക്കീരയോ പൈനാപ്പിളോ ഇഷ്ടമുള്ളത് ഇടാം. എന്നിട്ട് ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെക്കുക. അപ്പോൾ നമ്മൾ പപ്പടം വറുത്തായിരുന്നു വേണ്ടണ്ട, പക്ഷെ പപ്പടം അത്ര ശരിയായില്ല കേട്ടോ. പൊങ്ങാത്ത പപ്പടം, ടേസ്റ്റ് ഇല്ല. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ നമ്മൾ സാലഡ് ശരിയാക്കിയിട്ടുണ്ടേ. കണ്ടോ? സാലഡ് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് നമ്മൾ ചെറിയ രീതിയിൽ വെച്ചതാ നല്ല ചൂടായിട്ടുണ്ടേ. സൂപ്പർ മണം, അടിപൊളി മണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ? സൂപ്പർ മട്ടൻ ബിരിയാണി ഉണ്ടോ? നമുക്ക് എന്താ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അടിപൊളി മട്ടൻ ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മണവും ഉണ്ട്. കണ്ടോ?
നമ്മൾ ഈ ആവി കയറ്റി എടുക്കുന്നതാണ് ഇതിൻ്റെ കറക്റ്റ്. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതേ കണക്കിൽ ആവി കയറ്റി എടുക്കണം. അപ്പോൾ ആ ലാസ്റ്റത്തെ ഈ സംഭവമാണ് നമ്മളെ ഈ മട്ടൻ്റെ ടേസ്റ്റ്. കാരണം നമ്മൾ ചിലവർ ഈ മട്ടൻ വേറെ ആക്കി, അത് കടലിലൊക്കെ അങ്ങനെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വീട്ടിലേക്കല്ലേ. ഉണ്ടോ, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ മട്ടൻ ബിരിയാണി ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് വിശക്കുന്നത്, ഞാൻ കഴിക്കാൻ പോകും. നിങ്ങൾ ഓടിപ്പോയി ആഹാരം കഴിച്ചു. നമ്മൾ ഒരു കട്ടൻ ചായക്ക് വെള്ളം വരും. അപ്പോഴേ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് താണ്ടേ ഞാൻ കിഴങ്ങൊക്കെ നല്ലോണം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതിനകത്തുനിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം എണ്ണയും ലേശം കുരുമുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇത് നമ്മൾ പിന്നെ എയർ ഫ്രയറിൽ വെക്കാൻ വേണ്ടി മേടിച്ച സാധനമാണ്. ഇത് 3 145 രൂപ. കൊള്ളാം, നല്ല രസമുണ്ട്. ചൂടൊന്നും അതില്ല, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. നമുക്കിതിനകത്ത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, കേക്കും എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ്ടേ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെച്ച് ഇത് വേവിച്ചിട്ട് കാണിക്കാം. അപ്പം നമ്മൾ രാത്രിത്തേക്ക് അരിയുടെ ഉറട്ടി ഉണ്ടാക്കുക. ഞാൻ അരിയുടെ ഉറട്ടി ഉണ്ടാക്കുന്നത് അരി ഉറട്ടിയല്ല, അരി പത്തൽ. ഈ നമ്മൾ അരിപ്പൊടിക്കകത്ത് ജീരകവും എള്ളും തേങ്ങയും എല്ലാം കൊണ്ട്, ചിലവർ കൊച്ചുള്ളി ഇടും, ഞാൻ ഇട്ടില്ല. ഇട്ടിട്ട് നമ്മൾ നല്ലോണം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് റവയൊക്കെ ഇട്ടാൽ നല്ലോണം പൊങ്ങി വരും. ഞാൻ റവയൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടിതാ ഇങ്ങനെ പരത്തിൽ വെക്കും. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കും. പിന്നെ നമ്മൾ ഉച്ചയിലത്തെ മട്ടനകത്ത് നിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് താണ്ടേ കണ്ട, നല്ല അടിപൊളി ഒരു കിഴങ്ങും ഇട്ട് സൂപ്പർ മട്ടൻ കറി. നോക്കെ കണ്ട, ഒരു അടിപൊളി മട്ടൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് താണ്ട ഇതെല്ലാം ഇങ്ങനെ കൈ വെച്ച് പരത്തി വെച്ചതിന് ശേഷം എണ്ണയിട്ട് പൊരിച്ചെടുക്കണം. എന്നിട്ട് വേണം കഴിക്കാം. പൊരിക്കാൻ നേരത്ത് കാണിക്കേ. ഇത് ഇത്ര നമ്മൾ ചിലവർ വാഴയിലക്കകത്തൊക്കെ വെച്ചുണ്ടാക്കും, പക്ഷേ എനിക്ക് ഇതാ എളുപ്പം. അങ്ങനെ കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. പച്ചക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പഞ്ചാര ഇട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ അരിയുടെ ഉറട്ടിയൊന്നും വലുതായിട്ടൊന്നും എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഉറട്ടി ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായി. പിന്നെ എനിക്കറിയത്തില്ല, എന്തോ അത് ശരിയാകത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. അരിപ്പത്തലാണിത്. അരിപ്പത്തൽ അടിപൊളിയാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം ഞാൻ പരത്തി വെക്കട്ടെ. കണ്ടോ, മൊത്തം 15 ഉണ്ട്. അത് മതി. പിന്നെതാ ഉച്ചക്കത്തെ ബാക്കി കുറച്ച് സാലഡ് ഇരിപ്പുണ്ട്. പിന്നെതാ ചോറ് ഒരു പാത്രമുണ്ട്. ഇതൊക്കെ തന്നെ ധാരാളം. ഇതെല്ലാം ഞാൻ കുഴക്കട്ടെന്നല്ല, ഇങ്ങനെ കൈ വെച്ച് എണ്ണ തേച്ചാൽ സൂപ്പറായിട്ട് പടരും. അല്ല, പരത്താൻ പറ്റുന്ന എണ്ണയൊന്നും തേച്ചില്ല. എണ്ണക്കകത്ത് പൊരിച്ചെടുക്കണ്ടല്ലേ, അതുകൊണ്ടാണ് അയച്ചത്. പിന്നെ നമുക്കിത് ഓരോന്നും പെട്ടെന്ന് പറക്കിടാറുണ്ടാവും. അങ്ങനെ പറക്കിയെടുക്കാൻ പറ്റും. ഒട്ടിയൊന്നും പിടിക്കത്തില്ല, കാരണം മാവിനകത്ത് സ്വല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒട്ടിയൊന്നും പിടിക്കത്തില്ല. എനിക്കെന്തോ ഇങ്ങനെ കൈ വെച്ച് പരത്തുന്നേ എളുപ്പം. അപ്പം 4 മണിക്കേ പിന്നെ നമ്മളെന്തുവായിരുന്നു, നമ്മൾ കിഴങ്ങ് വെച്ചിട്ടുള്ളതുണ്ടല്ലോ ഫ്രഞ്ച് ഫ്രൈസ്, അത് ഉണ്ടാക്കാൻ എയർ ഫ്രയറിൽ വെച്ച് കരിഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാതിരുന്നത്. കുളമായിപ്പോയി, കുളം. ഇപ്പം നമുക്കിതെല്ലാം ഇങ്ങനെ പരത്തിയെടുക്കാം. എന്തൊരു മഴയെന്ന് പറയുക, കൊല്ലത്തൊക്കെ ഭയങ്കര മഴ. നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ? അയ്യോ, എല്ലായിടും ഉണ്ടെന്ന് തോന്നുന്നു, നല്ല മഴ. അപ്പോഴേ എണ്ണയൊക്കെ നല്ല ചൂടായി വരുന്നത്. അപ്പം നമുക്ക് ഈ അരിപ്പത്തൽ പൊരിച്ചെടുക്കാം. കുറച്ച് റവയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല പൊങ്ങി വരും. പക്ഷേ ഇതിനകത്ത് റവ ഇട്ടിട്ടില്ല കേട്ടോ. എണ്ണതാ ചൂടായോ നോക്കാം. എണ്ണ നല്ല തിളയ്ക്കണം, അതിന് ശേഷം ഇതാവും. അപ്പോഴേ എല്ലാവരും എൻ്റെ ലോങ് വീഡിയോ കാണണം. ലോങ് വീഡിയോ കാണുന്നവർ എൻ്റെ ഷോർട്സ് കാണാൻ മറക്കരുത് കേട്ടോ. നമുക്ക് എണ്ണ താണ്ടേ തിളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്കട്ടെ.
ഇതിൽ എണ്ണ കുടിക്കത്തില്ല ഈ അരിപ്പത്തിൽ. നല്ല എണ്ണ തിളച്ചിട്ടിട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കത്തില്ല. ഈ ഇരുമ്പ് ചട്ടി ഇതിനകത്ത് ഒരു പഴകിയ ഇരുമ്പ് ചട്ടിയാണ്. അപ്പോൾ ഇതിനെ നല്ലോണം ഒട്ടിപ്പിടിച്ചാൽ കിട്ടും. അപ്പം നമുക്കേ അരിപ്പത്തിൽ ഓരോന്നും അങ്ങോട്ട് ഇടാം. എന്താ പറയുക, അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്താ എണ്ണ തിളച്ചിട്ടുണ്ട്. ഇത് റവ ഇട്ടാണെങ്കിൽ ഇതിപ്പോൾ പൊങ്ങി അങ്ങ് വന്നാണ്. എണ്ണ ഇച്ചിരി തോനെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ഇത്ര എണ്ണ വേണം. ഇപ്പം ഇളക്കരുത്. അതൊന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ ഇളക്കാവും. കണ്ടോ, അരിയുടെ ആയതുകൊണ്ടേ എന്നിട്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അതവിടെ കിടന്ന് നല്ലോണം മൂക്കട്ടെ. ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ അരിപ്പത്തലിന് നല്ല മൂക്കണം, എങ്കിലും ആ ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പം റവ ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കും. പക്ഷേ അതിനകത്ത് ചെറിയ എണ്ണ പിടിക്കുവേ. ഇതാകുമ്പോൾ നല്ല മൂത്ത് കഴിഞ്ഞാൽ എണ്ണ പിടിക്കത്തില്ല. അപ്പം ഇതും കൂടെ വേവിച്ചിട്ട് പിന്നെ ചോറും മട്ടൻ കറിയും മട്ടൻ ബിരിയാണിയും അരിപ്പത്തലും ഒക്കെ ആയിട്ടൊരു പിടിയൊന്ന് പിടിക്കണം. അപ്പം അതാ ഒരെണ്ണം എന്താ മൂത്തിട്ടുണ്ട്. ഇത്രയും മൂപ്പേ ആവാവൂ. ഉണ്ടോ, ഇത് മൂത്തിട്ടുണ്ട്, നല്ല മൂത്തിട്ടുണ്ട്. ഇതാണ്ട ഒരു തുള്ളി എണ്ണ കുടിക്കത്തില്ലേ. ഇനി നമുക്കിതാ അങ്ങോട്ട് വെച്ചിട്ട് അടുത്ത് കിടക്കാം. കണ്ട ഇട്ട് കൊടുക്കാം. എന്താ അരിപ്പത്തൽ നല്ല ചൂടുണ്ട്. ഇതാ നല്ല പഞ്ഞി പോലെ ഇരിക്കുക, നല്ല ചൂടുണ്ട്. ഇത് ചൂടാറിയിട്ട് ഞാനിത് പൊളിച്ച് കാണിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോഴും അക്രമം കാണിക്കരുത് കേട്ടോ. ചൂടിനകത്ത് കൊണ്ട് നോക്കിയിട്ട് കൊടുക്കും. ഇപ്പോഴേ ഇത് നല്ല പിന്നെ ചൂടാറിയതിന് ശേഷം ഞാനിത് പൊളിച്ച് കാണിക്കാം. അങ്ങനെ കാണിക്കാവേ. അപ്പോഴും നമ്മുടെ അരിപ്പത്തലെല്ലാം എന്താ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാ സെറ്റാക്കി ചെയ്തിട്ട്. അപ്പം അമ്മ ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിച്ചേ. നല്ല ചൂടുണ്ട് കേട്ടോ, എല്ലാം നല്ല ചൂട്. ഒരെണ്ണം എടുത്ത് മുറിച്ച് കാണിച്ചേ. ഇതാണ്ട ഉണ്ടാ കണ്ട നല്ല പഞ്ഞി പോലെതാ നല്ല സോഫ്റ്റ് അരിപ്പത്തിൽ ഇടണ്ട ചൂട്. അപ്പം ഇത് പഞ്ചാര ഇട്ടാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല കറുമുറാന്നിരിക്കും. അപ്പം ഈ അരിപ്പത്തിൽ പിന്നെ നമ്മുടെ ബിരിയാണിയും പിന്നെ നമ്മുടെ ഈ മട്ടൻ കറിയും ഇതൊക്കെ കൂട്ടി ഞാൻ ആഹാരം കഴിക്കാൻ പോകണേ. എനിക്ക് വിശക്കുന്ന 7 മണിക്ക് മരുന്ന് കഴിക്കാനുള്ളതാണ്. സമയം കഴിഞ്ഞ് അപ്പം ഞാൻ കഴിച്ചിട്ട് കിടക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ലോങ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷോർട്ട് വീഡിയോയും സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.